കാട്ടാനക്കൂട്ടം ഉൾവനത്തിലേക്ക് തിരിച്ചുപോകാൻ തയ്യാറാകുന്നില്ല. ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാനക്കൂട്ടം. ഉൾവനത്തിലേക്ക് പോകാൻ കൂട്ടാക്കാതെ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ ഭയന്ന് കഴിയേണ്ട അവസ്ഥയാണ് പട്ടുമലയിലെ ജനങ്ങൾക്ക്. പട്ടുമല എസ്റ്റേറ്റിലെ പൂങ്കാവനം ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന കാട് മൂടിയ പ്രദേശത്ത് തമ്പടിക്കുന്ന ഈ കാട്ടാനക്കൂട്ടം രാത്രിയാക്കുന്നതോടെ ജനജീവിതത്തെ ഭീതിയിലാഴ്ത്തുകയാണ്. നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വൻ നാശനഷ്ടമാണ് സൃഷ്ടിക്കുന്നത്. ഏലമൊക്കെ നശിപ്പിച്ച് വാളയൊക്കെ നശിപ്പിച്ച് പിന്നെ അവിടെ ഒരു തെങ്ങ് ഇങ്ങനെ വരച്ച് കളഞ്ഞിരിക്കുക. ഇങ്ങനെ പറ്റത്തില്ല, ഒരു ജീവിക്കാനും പറ്റുന്നില്ല, കൃഷി ചെയ്യാനും പറ്റുന്നില്ല. കാലങ്ങളായിട്ട് ഇങ്ങനെ ആനശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു കൃഷിയാണ്. ഈ കൃഷി ആശ്രയിച്ചാണ് ഈ പറമ്പുകാർ ജീവിക്കുന്നത്. അതുപോലെ അടുത്ത പറമ്പുകാർ അതുപോലെ തന്നെ തൊട്ട് അടുത്തടുത്ത് വീടുള്ളതാണ്. ഫോറസ്റ്റുകാരെയൊക്കെ വിളിക്കുന്നുണ്ട്, ഫോറസ്റ്റുകാർ വരുന്നുണ്ട്, അവർ പടക്കമൊക്കെ ഇടുന്നുണ്ട്. എന്നാലും ആന സ്ഥിരം ഒരു 4 ആന ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് വേറെ എവിടെയെങ്കിലും ഒന്ന് വിടാനുള്ള സംവിധാനം ചെയ്ത് എൻ്റെ വാർഡിലെ ജനങ്ങളെ ഒന്ന് രക്ഷിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് ഒരു 6 മണിയാകുമ്പോൾ പുറത്തിറങ്ങാനേ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ നടപടി സ്വീകരിച്ചു തരണമെന്ന് മാത്രം. കഴിഞ്ഞ കുറച്ച് നാളുകളായി മഞ്ചുമല, രാജമുടി, പട്ടുമല ഭാഗങ്ങളിലായി കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. ഈ കഴിഞ്ഞ രാത്രിയിലും പട്ടുമലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ നിരന്തരമായി ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാനക്കൂട്ടം കൃഷിക്ക് മാത്രമല്ല മനുഷ്യജീവനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പകൽ സമയങ്ങളിൽ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുവാനോ വൈകുന്നേരങ്ങളിൽ വീടിന് പുറത്തിറങ്ങുവാനോ ഭയമാണ് എന്ന് പട്ടുമല സ്വദേശി കറുപ്പുസ്വാമി പറയുന്നു. അച്ഛൻ കളന്നു കിടക്കുക, വയ്യാത്ത ആല. ഇതിനകത്ത് എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരെയും നോക്കണം, എൻ്റെ കുടുംബം നോക്കണം. ബാങ്കിനകത്ത് 3 ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തിയ തേയില പറിച്ചിട്ട് ഏലക്കൃഷിയിലോട്ട് നാം മുമ്പോട്ട് വന്ന് 10 രൂപ ആദായം കെട്ടി എൻ്റെ കുടുംബം നോക്കണം, അച്ഛനമ്മയും നോക്കണം, ബാങ്കിലോട്ട് മത്സ്യം കളിക്കണം. ഇപ്പം നമ്മൾ വിളവെടുക്കാൻ നേരത്താ ഇങ്ങനെ വന്നിട്ട് കണ്ണിയും മൃഗം നാശമാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം എനിക്ക് എങ്ങനെ പോയാലും 5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഇത് സർക്കാർ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി എനിക്ക് തീർച്ചയായിട്ട് ഇത് നടത്തി തരണം. ഒന്ന്. രണ്ടാമത് ഈ ആനയെ ഇവിടെ നിന്ന് വനത്തിലോട്ട് ഓടിച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ചെയ്യണം. പലവട്ടം നാം മെമ്പറടുത്ത് പറഞ്ഞിട്ടുണ്ട്. മെമ്പർ അതുപോലെ അന്നേരം തന്നെ ഫോറസ്റ്റുകാരെ വിളിക്കുന്നുണ്ട്. അവർ പാതിരാത്രിക്കായാലും വാർന്നുണ്ട്, 2 വെടി ഇടുന്നുണ്ട്, അവർ പിന്നെ പോകുന്നുണ്ട്. ഇതല്ലാതെ ഇവിടെ വേറെ ഒരു സംവിധാനം ചെയ്യുന്നില്ല. ഇപ്പോൾ രാത്രി വന്ന് അവർ പടക്കം പൊട്ടിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ലെന്നാണോ പറയുന്നത്? വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് രാവിലെ വന്ന് അവർ ഫോട്ടോ എടുത്ത് റിപ്പോർട്ട് എഴുതി അവർ പോയി. അതല്ലാതെ വേറെ നടപടിയായിട്ട് അവർ മുമ്പോട്ട് വരുന്നില്ല. ഈ ആന ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 5-6 മാസകാലമായി. ഞങ്ങൾക്ക് 6 മണികൾ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഈ വയസ്സായ അമ്മയും അച്ഛനെയും വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, പിന്നെ ഭാര്യയുണ്ട്. ഞങ്ങൾ 4 പേരുമായി ഈ വീട്ടിൽ കിടക്കുന്നത്. ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കൃഷിയിലോട്ട് പോയി ഒരു പണിയാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക് നിന്ന്. ഇതിനെന്തെങ്കിലും സർക്കാർ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിക്കും ഇത് കൊള്ളണം, വനവകുപ്പ് മന്ത്രി ഇത് ചെവിക്കൊള്ളണമെന്ന് പറഞ്ഞ് നിർത്തുക. കാട്ടാനയ്ക്ക് പുറമെ കല്ലാർ പ്രദേശത്ത് കാട്ടുപോത്തിന്റെ സാന്നിധ്യവും രൂക്ഷമാകുന്നു. ഈ സാഹചര്യത്തിൽ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ കഴിയാൻ നിഷ്ക്രിയമാവുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും. വന്യമൃഗ സാന്നിധ്യം ഉണ്ടാകുന്ന പ്രദേശത്ത് RRT സംഘമെത്തി പടക്കം പൊട്ടിച്ച് താൽക്കാലികമായി ഇവയെ അകറ്റി നിർത്തുക എന്നതിലപ്പുറത്തേക്ക് ഉൾവനത്തിലേക്ക് തുരത്താൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വനംവകുപ്പ് മന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പീരുമേട് ഗ്രാമപഞ്ചായത്ത് എന്നും വാർഡംഗം ആരോഗ്യമേരി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, പീരുമേട് ലൈവ്.